എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ലിവർ ഫ്രൈ ആണ്. ബീഫിൻ്റെ ലിവർ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിയും കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ ഡോണ കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 200 ഗ്രാം ലിവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത് ലിവർ. ബാക്കി സാധനങ്ങളൊക്കെ കറി വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില ചേർക്കുവാണ്. ഇതൊന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ സൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സവോള ചേർക്കുവാണ്. ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം ലിവറിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലിവറിൻ്റെ അനുസരിച്ച് ഇതിൽ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ വരും. അത് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒത്തിരി ഫ്രൈ ആകണ്ട, ഒന്ന് വാടിയാൽ മതി. കാരണം ഇത് നമ്മൾ ലിവർ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഇരുന്ന് സവാള നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഇതിനകത്ത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ സവാള ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. ഇത് വളരെ ലോ ഫ്ലെയിമിലാക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഞാൻ പെരുംജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ലിവർ ഫ്രൈക്ക് വളരെ നല്ല ടേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ ചേർക്കുവാണ്. പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചതാണ് ഇപ്പം ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് വഴറ്റണം. മസാലയൊക്കെ നന്നായിട്ട് മൂക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ മൂക്കുന്നതിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിരിക്കുന്ന നമുക്ക് ലിവർ ഇട്ട് കൊടുക്കുവാണ്. ലിവർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തത്. കാരണം ഇത് ഫ്രൈ ആയി വരുമ്പോൾ പിന്നെ ഒന്നും കാണില്ല. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കുക. നമുക്കിത് കരൾ വേവിക്കണം. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുവാണ്. തീ ഒരു ഹൈ ഫ്ലെയിം ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഇത് തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നീ അടച്ച് വെച്ചിട്ട് ഒരു ചെറു തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ ഒരു 10-13 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് നോക്കി കൊടുക്കണം. ഇടയ്ക്ക് 2 വട്ടത്തിൽ ഒന്ന് തുറന്ന് നോക്കണം. അങ്ങനെ അടുക്കി പിടിക്കാതെ ഇരിക്കണം. ഇതിപ്പോൾ ഫ്രൈ പാൻ ആയതുകൊണ്ട് അത്രയ്ക്ക് അടുക്കി പിടിക്കത്തില്ല. കട്ടിയുള്ള പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. കരൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുവാണ്. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടി ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. കട്ടിയുള്ള പാത്രത്തിൽ ഉരുളി ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. പക്ഷെ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. നന്നായിട്ട് ഫ്രൈ ആകണം. ചെറു തീയിൽ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ബീഫ് ചെയ്ത
ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെറു തീയിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഒന്നും ഇട്ടരുത്. ചെറുതീയിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കാനായിട്ട്. കുരുമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ലിവറിനൊക്കെ ഇച്ചിരി കുരുമുളക് മുന്നിട്ട് നിൽക്കണം. പെരുംജീരകവും കുരുമുളകും അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വളരെ നല്ല ടേസ്റ്റാണിത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരളാണ്. ബീഫും കരളും കൂടെ എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഞാനത് ഷൂട്ടിംഗ് കൂടെ കാണിക്കാം എന്നോർത്തുണ്ട്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു ക്രിസ്മസിന് കരൾ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ ഡോണ കിച്ചൻ്റെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും നിങ്ങൾ മറക്കരുത്. അതാണ് എൻ്റെ സപ്പോർട്ട്. എൻ്റെ കുറവുകൾ എന്താണെന്ന് അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എഴുതാം. എന്നാൽ മാത്രമേ എനിക്ക് ചാനൽ കുറച്ചും കൂടി നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണേലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡോണ കിച്ചണിൻ്റെ നല്ല വെറൈറ്റി വീഡിയോസായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.